ഗണപതിയുടെ വാഹനമായി മാറിയ എലിയുടെ കഥ അറിയാം. ഒരിക്കൽ ക്രൗഞ്ച എന്നൊരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധയോടെ ക്രൗഞ്ച അബദ്ധത്തിൽ ഒരു മുനിയെ വ്രണപ്പെടുത്തി. ക്രൗഞ്ചയുടെ പെരുമാറ്റത്തിൽ കുപിതനായ മുനി അവനെ ഒരു ഭീമാകാരമായ എലിയായി മാറാൻ ശപിച്ചു. തൽഫലമായി ക്രൗഞ്ച തന്റെ സ്വർഗീയ രൂപം നഷ്ടപ്പെട്ട് ഒരു ഭീമാകാരമായ എലിയായി വലുപ്പത്തിലും ശക്തിയിലും വളരുകയും അവൻ പോകുന്നിടത്തെല്ലാം കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. വയലുകളും വീടുകളും അതിന്റെ പാതയിലെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അതിന്റെ ഭീമാകാരമായ വലിപ്പവും ശക്തിയും അതിനെ തടയാൻ ആർക്കും സാധ്യമല്ലതെയായി. ഇതിൽ നിന്നും രക്ഷ നേടാൻ ജനങ്ങൾ ഗണപതിയോട് പ്രാർത്ഥിച്ചു. ഇതറിഞ്ഞ ഗണപതി ഭീമാകാരമായ എലിയുടെ അടുത്തെത്തി അതിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും അതിന്റെ ശക്തിയിൽ അന്ധനായ എലി ഗണേശനെ ആക്രമിക്കാൻ ശ്രമിച്ചു. തന്റെ ദിവ്യജ്ഞാനം ഉപയോഗിച്ച് ഗണേശൻ ഒരു കുരുക്ക് എലിയുടെ നേരെ എറിഞ്ഞു. അതിനെ മുറുകെ കെട്ടി ഗണേശന്റെ അപാരമായ ശക്തി മനസ്സിലാക്കിയ ചുണ്ടലി അതിന്റെ ആക്രോശം നിർത്തി കീഴടങ്ങി ക്രൗഞ്ചനോട് ക്ഷമിക്കുകയും ഇനി മുതൽ നീ എന്റെ വാഹനമായി എന്നെ സേവിക്കും എന്ന് എലിയോട് പറഞ്ഞു.